മോഹൻലാലിനെതിരെ അടൂർ വലിയ വിമർശനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് എനിക്കും ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, എന്നെ അന്നൊന്നും ഒരുത്തരും സ്വീകരിച്ചിട്ടുമില്ല, ഇതുപോലെ ചടങ്ങൊന്നും വച്ചിട്ടില്ല, ഇപ്പോൾ വലിയ ചടങ്ങൊക്കെ വയ്ക്കുന്നു, ഇതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് മോഹൻലാൽ? അല്ലെങ്കിൽ അടൂരിന് പണ്ടേ ഒരു പ്രശ്നം മോഹൻലാലുമായിട്ട് എന്തൊരു പ്രശ്നമുള്ള പോലെ തോന്നിയിട്ടുണ്ട്. മോഹൻലാലിനെ മാത്രം ഒരു സിനിമയിലും ഇദ്ദേഹം അഭിനയിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിനൊരാൾ ചോദിച്ചു എന്താണ് കാരണമെന്ന് ചോദിച്ചു. മോഹൻലാലിനെ എന്തുകൊണ്ടാണ് ഇതുവരെ മോഹൻലാൽ ദിലീപിനെ വരെ അഭിനയിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ എന്തുകൊണ്ടാണ് മോഹൻലാലിനെ അഭിനയിപ്പിക്കുന്നത് ചോദിച്ചു. പറഞ്ഞു ഞാൻ മോഹൻലാലിൻ്റെ നേർക്ക് ക്യാമറയിൽ നോക്കുമ്പോൾ, മോഹൻലാലിനെ ക്യാമറയിലൂടെ നോക്കുമ്പോൾ എനിക്കൊരു നടനെയല്ല കാണാൻ പറ്റുന്നത്, ഒരു ഗുണ്ടയാണ് കാണാൻ പറ്റുന്നത്, ചട്ടമ്പിയാണ് കാണുന്നത്, അല്ലാതെ എനിക്ക് നടനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് മോഹൻലാൽ മീശ താത്തു വെച്ചാലും പിരിച്ചു വെച്ചാലും ഒരു ചട്ടമ്പിയെ കാണാൻ പറ്റുന്നുള്ളൂ. എനിക്ക് അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാനോട് താല്പര്യമില്ല, അതുകൊണ്ട് മോഹൻലാലിനെ വിളിക്കാത്തതാണെന്ന് പറയുന്നത്. അപ്പോൾ വിധേയൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. വിധേയൻ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി കഥാപാത്രം ഒരു ചട്ടമ്പിയാണ്. ചട്ടമ്പിയല്ല, അവിടുത്തെ ഒരു എന്താണെങ്കിലും ഒരു അത്തരത്തിലുള്ള കഥാപാത്രം. അപ്പോൾ അങ്ങനെ ഉള്ള സിനിമകളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത്തരം കഥാപാത്രങ്ങളിലേക്ക് പോലും മോഹൻലാലിനെ വിളിക്കില്ല എന്നാണ് എൻ്റെ അർത്ഥം. എന്തായാലും മോഹൻലാലിനെ കണ്ടാൽ ഗുണ്ടയായിട്ട് തോന്നുന്നു പറയുന്ന ഒരേ ഒരാൾ ഇദ്ദേഹം മാത്രമായിരിക്കും. പക്ഷേ അത് ആ ഒരു അസൂയ തന്നെ ആയിരിക്കില്ല ഇപ്പോഴും ഇങ്ങനെ കൊണ്ട് പറയുന്നത്. മോഹൻലാൽ ഇതിനെന്തെങ്കിലും മറുപടി പറഞ്ഞായിരുന്നു? ഈ അസൂയക്കും കുശുമിനും മരുന്നില്ല. അടൂരിൻ്റെ വിചാരം, അടൂർ ഈ മുടിയൊക്കെ ഇതുവരെ വളർത്തി, അടൂരിൻ്റെ വിചാരം ഈ സിനിമ മൊത്തം അടൂരിൻ്റെ തലയിലാണ്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ തലയിലാണ്. വേറെ ആർക്കും സിനിമ സംവിധാനം അറിയില്ല. അടൂർ കാണുന്ന നടന്മാർക്ക് മാത്രമേ അഭിനയിക്കാൻ അറിയാം. അതായത് ദിലീപ്, മമ്മൂട്ടി പോലുള്ള ചില, എനിക്കൊന്ന് ജയറാമും അടൂരിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ തോന്നുന്നില്ലെങ്കിൽ ക്ഷമിക്കുക. അത്തരത്തിൽ ചില നടന്മാർക്ക് മാത്രമേ അടൂരിൻ്റെ കണ്ണിൽ സിനിമാ നടനായിട്ടുള്ളൂ. മോഹൻലാലിനെ അഭിനയിപ്പിക്കാനുള്ള യോഗ്യത അടൂരിനില്ല. അത് അടൂരിന് മനസ്സിലായതുകൊണ്ടാണ് അടൂര് ആ ഗുണ്ട എന്നുള്ള രീതിയിലൊക്കെ, അല്ല വേറെ ഒന്നും പറയാനില്ല അദ്ദേഹത്തിന്. മനസ്സിലായില്ലേ? എനിക്ക് ക്യാമറയെ കൂടെ കാണുമ്പോൾ ഈ മനുഷ്യരെ ഗുണ്ടയായിട്ട് വേറെ എന്തെല്ലാം പറയാം. അഭിനയം എൻ്റെ കണ്ണിൽ നോക്കിയാൽ മോഹൻലാലിനെ അഭിനയിക്കാൻ കഴിവില്ല എന്ന് പറയാമല്ലോ. എനിക്ക് ഗുണ്ടയായിട്ട് ഇതൊക്കെ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഈ 93 ഇറങ്ങിയ 2 പടങ്ങളാണ്, 3 പടങ്ങളാണ് മണിച്ചിത്രത്താഴ്, ദേവാസുരം, മിഥുനം. ഇത് 3ലെ മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. 3ലെ മോഹൻലാൽ 3അല്ലേ? മിഥുനത്തിലെ മോഹൻലാലാണോ മണിച്ചിത്രത്താഴിലുള്ളത്? അല്ല. അതാണോ ദേവാസുരത്തിൽ? ഇത് 3 തോന്നുന്നു. അപ്പൊ ഇത് നമുക്ക് 3 തോന്നുന്നുണ്ട് ഇദ്ദേഹത്തിന്, പക്ഷെ ഇതെല്ലാം ഒന്നായിട്ടാണ് തോന്നുന്നത്. അതാണ് പറയുന്നത്, മോഹൻലാലിനെ അഭിനയിപ്പിക്കാനുള്ള യോഗ്യത അടൂർ ഗോപാലകൃഷ്ണൻ ഇല്ല. കാരണം ആ മനുഷ്യന്റെ കണ്ണും കയ്യും പുരുകവും വരെ അഭിനയിക്കുന്ന മനുഷ്യനെ പിടിച്ചിരുത്തിയിട്ട് ഇയാളുടെ അവാർഡ് സിനിമയിൽ അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് അത് നടക്കാത്ത കാര്യമാണ്. ഇങ്ങനെയൊക്കെ അതിനെ കൊണ്ട് കഴിവില്ല. മോഹൻലാലിനെ വെച്ച് അഭിനയിപ്പിക്കാൻ ഉള്ള കഥയോ തിരക്കഥയോ സംവിധാനം ഒന്നും അടൂർ ഗോപാലകൃഷ്ണനുള്ള യോഗ്യതയില്ല. സീരിയസ് ആയിട്ട് പറയാം. അദ്ദേഹം നാളെ നമുക്കെതിരെ പരാമർശം ഉയർത്തിയാലും കുഴപ്പമൊന്നുമില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് മോഹൻലാലിനെ വെച്ച് സിനിമ എടുക്കാനൊക്കെ ഒരു യോഗ്യത വേണം, മിനിമം ഒരു യോഗ്യത വേണം. ആ യോഗ്യത ഇല്ലാത്ത മനുഷ്യനോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം പറയട്ടെ, അടൂർ ഗോപാലകൃഷ്ണന് യോഗ്യതയില്ല എന്നൊക്കെ പറയാൻ നമ്മൾ ആളല്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. കാരണം രാജ്യം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്ത് ആദരിച്ച ഒരു മനുഷ്യനെ പറ്റിയാണ് മോഹൻലാലിന് യോഗ്യതയില്ല എന്നൊക്കെ പറയണമെന്നുള്ള ഞാൻ കാര്യം പറയട്ടെ. നമുക്കിപ്പോ ഒരാളോട് നമുക്ക് ശത്രുതയുണ്ട്, അത് പ്രകടിപ്പിക്കുന്നത് ഉണ്ടോ ഇല്ലെന്നൊക്കെ തീരുമാനിക്കേണ്ടത് മോഹൻലാലാണ്. പക്ഷെ അതവിടെ നിൽക്കട്ടെ. മോഹൻലാലിനെ വെച്ച് പടം ചെയ്യാൻ ഇദ്ദേഹത്തിന് യോഗ്യത ഉണ്ടോ തീരുമാനിക്കേണ്ടത് ആത്യന്തികമായിട്ട് മോഹൻലാലാണ്. അതവിടെ നിൽക്കട്ടെ. മോഹൻലാൽ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മോഹൻലാൽ നടനോട് ഇത്രയ്ക്ക്, അതായത് മോഹൻലാലിന്റെ ഇത് ആദ്യമായിട്ടല്ല, പുലിമുരുകൻ ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. എന്താണ് ഇത്രയൊക്കെ സിനിമ ചെയ്ത് ഇത്രയും പൈസ മുടക്കി ഒരു സിനിമ ചെയ്യേണ്ട കാര്യം എന്താണ്? അതും പട്ടിണി കിടക്കുന്ന രാജ്യത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അതായത് ഇത്രയും പൈസ മുടക്കി ഒരു സിനിമ ചെയ്യുന്നത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഇങ്ങനെ ഒരു രാജ്യത്ത് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് അങ്ങനെ തിരഞ്ഞു പിടിച്ചത് മമ്മൂട്ടി ഇങ്ങനെ സിനിമകൾ പടം മുടക്കി സിനിമകൾ ചെയ്തിട്ടില്ലേ? ഉണ്ടല്ലോ. പഴശ്ശിരാജ പോലുള്ള സിനിമകളുണ്ടല്ലോ, ഇഷ്ടംപോലെ സിനിമകളുണ്ട്. അപ്പോൾ അതിലൊന്നും പറയാതെ ഇത് മാത്രം പറയാം. പിന്നെ ഇപ്പോൾ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ അതിന് വെറി കൊള്ളുക, സിനിമയിൽ എന്തുകൊണ്ടാണ് മോഹൻലാലിനെ അഭിനയിപ്പിക്കാത്തത് ഇപ്പോൾ ഗുണ്ടയെ പോലെ എന്ന് പറയുക. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു വ്യക്തിയോടുള്ള വിരോധമാണ്. ചോദിച്ചാൽ പറയും എനിക്ക് മോഹൻലാലിനോട് വിരോധമൊന്നുമില്ല എന്ന് പറയാം. പക്ഷേ ഇങ്ങനെ പ്രസ്താവനകളിലൂടെ പുറത്തു വരുന്നത് വെറുപ്പാണ്. നമുക്കറിയാം മോഹൻലാലിനടുത്തുള്ളൊരു വെറുപ്പെന്ന് പറയുന്നത് ഒരു ഇവിടുത്തെ കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർക്ക്, അതായത് ബുദ്ധിജീവി, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, ഇടത് ബുദ്ധിജീവി ഒരു കൂട്ടമുണ്ട്. ഈ കൂട്ടത്തിനൊക്കെ വലിയ പൊട്ട്, വലിയ കമ്മല്, തലമുടി ഇവിടെ കെട്ടി വെച്ച് ഇത്തരമുള്ള കണ്ണാടി ഇന്ദ്രൻസിന് സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു ഇതുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച്. അപ്പോൾ ഇന്ദ്രൻസിന്റെ ആഗ്രഹമായിരുന്നു അതിന് മോഹൻലാൽ കൂടെ പങ്കെടുക്കണമെന്നുള്ളത്. മോഹൻലാലിനെ മുഖ്യ അതിഥിയായിട്ട് കേരള സർക്കാരാണ് വിളിച്ചതെന്ന്. അന്ന് മോഹൻലാൽ ഇവിടെ വരരുത് എന്നുള്ള ഒരു പെറ്റീഷൻ 100ഓളം പേര്, അതിൽ ഈ സംവിധായകൻ ബിജു എന്നൊക്കെ
എന്നൊക്കെയാണ്, പാർവതി തിരുവോത്ത്, അങ്ങനെ 100ഓളം പേര്. പ്രകാശ് രാജിനെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ച് അതിൽ ഒപ്പിടിപ്പിച്ചു. പ്രകാശ് രാജ് ഉൾപ്പെടെ മോഹൻലാലിന്റെ അടുത്ത സുഹൃത്താണ്, തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പിടിപ്പിച്ചു എന്നുള്ളതാണ്. അതല്ല, അതേ മോഹൻലാലിന്റെ അടുത്ത് മറുപടി കണ്ടില്ലേ, ഇത് ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണ്, ഇവിടെ എനിക്ക് വരാൻ ഇവിടെ എനിക്ക് നിങ്ങൾക്കിടയിലേക്ക് വരാൻ ആരുടെ അവകാശം അനുവാദം വേണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ദ്രൻസ് പറഞ്ഞ എന്താണ്, ഈ മോഹൻലാൽ വരുമ്പോൾ എന്റെ ഇതെങ്ങനെയാണ് കുറയുന്നത്? ഇവരുടെ വാദം അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിന്റെ ശുദ്ധ ബുദ്ധിയിൽ അത് മനസ്സിലാവുന്നില്ല. എന്താണ്, മോഹൻലാൽ വരുന്നിടത്ത് എൻ്റെ ഇതെങ്ങനെയാണ് കുറയുന്നത്? അത് കൂടുതൽ മഹത്വം ആവുകയല്ലേ ചെയ്യുന്നത്, ആ വേദി കുറച്ചും കൂടെ ഇതാവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പാർവതി നടി പാർവതിക്ക് അവാർഡ് കിട്ടിയ സമയത്ത് മോഹൻലാൽ കൈ നീട്ടുമ്പോൾ ഇവർ കൈ കൊടുക്കാതിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. എന്താ പക, ഉള്ളിലെ പകയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ മോഹൻലാലിനോട് എന്താണ്, അദ്ദേഹം സവർണനായി പോയത് കൊണ്ടാണോ, അതോ ഇദ്ദേഹം എന്താണ് ഇനി തോള് ചരിവ് വരുമ്പോൾ അത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കാൻ വരെയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്താ പറയുമ്പോൾ ഈ സുരേഷ് ഗോപിയെ മനസ്സിലാക്കുക, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു വിരോധത, ഒരു വിരുദ്ധത ഉണ്ടാവും. ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടും അങ്ങനെ ഒരു തൊട്ടടുത്ത ദിവസം മോദിയും കാണും, വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയും കാണും. ജമാഅത്ത് ഇസ്ലാമി വിളിച്ചാലും പോവും, RSS വിളിച്ചാലും പോവും. അങ്ങനത്തെ ഈ പലപ്പോഴും മോഹൻലാൽ ഡിപ്ലോമാറ്റിക് ആണ്. കാരണം അവസരത്തിനൊത്ത് നിൽക്കാൻ അറിയാം. മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല, നേരെ വാ നേരെ പോകും, രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിച്ചത്. അതെ, അതുകൊണ്ടാണ്. പക്ഷെ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാവരും വേണം. അതിന്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അവിടെ. പലപ്പോഴും ഡിപ്ലോമാറ്റിക് ആയാലേ ജീവിതം മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് താല്പര്യമില്ല. ഇതിപ്പോ അടൂർ ഗോപാൽ പിന്നെ വിജയ് എന്നോട് ചോദിച്ചു, യോഗ്യതയുടെ കണക്ക് വെച്ചു. ചിലവർ അങ്ങനെയാണ് വിജയ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾക്ക് കഴിയാതെ വരുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾ നോക്കും. കഴിയാതെ വരുമ്പോൾ അവർ നമുക്ക് മേൽ ചാർത്തുന്ന കുറേ ആരോപണങ്ങളുണ്ട്. കാരണം അവർ വിചാരിച്ചിട്ട് എത്ര വിചാരിച്ചിട്ട് നമ്മളെ തകർക്കാൻ കഴിയുന്നില്ല, നമ്മൾ തകരുന്നുമില്ല. അവർ നമ്മുടെ മേലിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മേൽ ഇങ്ങനെ പഴി ചുമത്തിയിരിക്കും. എന്നിട്ട് നമ്മൾ തകരുന്നില്ല. നമ്മളെ തകർക്കാനായിട്ട് അവർ പല വിധത്തിലുള്ള കളികൾ കളിച്ചിട്ട് നമ്മൾ തകരില്ല. തകരാതെ വരുമ്പോൾ അവർ എടുക്കുന്ന ഒരു അസ്ത്രമാണിത്. നമുക്ക് കഴിവില്ല, നമ്മൾ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ ഇന്ന കാര്യങ്ങളിലൂടെ അതാ. അപ്പൊ അതുകൊണ്ട് പറയാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനത്തെ ചില വാക്കുകൾ ഉപയോഗിച്ച് അതിനെ തകർക്കുക എന്നുള്ളതാണ്. അതായത് മോഹൻലാലിനെ കണ്ടാൽ ഗുണ്ടയെ പോലെ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് മോഹൻലാലിനെ ചട്ടമ്പി റോള് ചെയ്യുമ്പോഴേ കൊള്ളാവുള്ളൂ, ചട്ടമ്പി റോള് ചെയ്യാനേ കൊള്ളാവുള്ളൂ. മറ്റ് റോളുകളൊന്നും ഇയാളെ സിനിമ എന്നൊക്കെ പറയണ ഭയങ്കര അവാർഡ് കിട്ടുന്ന സിനിമയല്ലേ. അപ്പൊ അതിലൊന്നും അഭിനയിക്കാനുള്ള ക്വാളിറ്റി മോഹൻലാൽ ഇല്ല എന്നുള്ളതായിരിക്കും. അദ്ദേഹത്തിനോട് ആ ഒരു കാര്യത്തിൽ ബഹുമാനമുണ്ട്. അതായത് ലോക സിനിമയുടെ നെറുകയിൽ എലിപ്പത്തായം പോലുള്ള സിനിമകളുണ്ട്, മലയാള സിനിമ അദ്ദേഹം കുറിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിന് അദ്ദേഹത്തിനോട് നന്ദിയുണ്ട്. പക്ഷേ മലയാളത്തിൽ തന്നെ ഏറ്റവും മികച്ച നടനെ. പക്ഷെ നോട്ട് ബുക്ക് നന്നായ പോരാ, കയ്യക്ഷരം നന്നാവണം. അതാണ് നോട്ട് ബുക്ക് ഫ്രണ്ടും ബാക്കും ഒക്കെ നല്ല പടങ്ങൾ നല്ല. പക്ഷെ കയ്യക്ഷരം നന്നായില്ലെങ്കിൽ നോട്ട് ബുക്ക് കൊണ്ടല്ലോ പ്രയോജനമില്ല. മലയാളത്തിലെ ഏറ്റവും മികച്ച നടനെ അംഗീകരിക്കേണ്ട, ഇന്ത്യ അംഗീകരിച്ച നടന അംഗീകരിക്കാൻ തോന്നുന്നെങ്കിൽ അംഗീകരിക്കേണ്ട, പക്ഷെ തിരസ്കരിക്കാൻ പാടില്ല. അതിന് മോഹൻലാൽ മറുപടി കൊടുത്തു. എനിക്കും ഇതുപോലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി. അന്നിവിടെ ആരും ഈ സമ്മേളനം കൂടുന്നതോ ഈ പിന്നെ പരിപാടി പങ്കെടുക്കുന്നതോ മുഖ്യമന്ത്രിമാരൊന്നും എന്നെ വിളിച്ച് അവാർഡ് തരുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. മോഹൻലാലിന് എന്തായാലും ഇത് കിട്ടിയല്ലോ, വളരെ സന്തോഷം, നന്ദി എന്ന് പറഞ്ഞ് അങ്ങ് ചെന്നിരുന്നു. അപ്പം മോഹൻലാലിൻ്റെ ഇത് വന്നു. മോഹൻലാൽ പറഞ്ഞു, എന്നെക്കുറിച്ച് മുമ്പൊന്നും നല്ലത് പറഞ്ഞിട്ടില്ലാത്ത, അല്ല നല്ലത് എപ്പോഴെങ്കിലും നല്ലത് പറയുന്നുണ്ടല്ലോ, നല്ലത് പറയുന്ന അടൂർ സാറിന് നന്ദി. ഇതിൽ കൂടുതൽ മറുപടി ആ മനുഷ്യന് എങ്ങനെ കൊടുക്കാൻ കഴിയും? സൗമ്യമായ മുന്നേ എന്നെക്കുറിച്ച് നല്ലതൊന്നും പറയാത്ത, അല്ല നല്ലത് പറയുന്നുണ്ട്, അപ്പൊ ഇതുമായി ഡിപ്ലോമാറ്റ്. ഇതാണ് മോഹൻലാൽ എന്ന് പറയുന്ന. കൊടുത്തു എന്നാ കൊടുത്തില്ലേ? ഇല്ല. കൊടുത്തു എന്ന് തോന്നുന്നവർക്ക് സന്തോഷമായി, കൊടുത്തില്ല എന്ന് തോന്നുന്നവർക്ക് സന്തോഷമായി. ഒരേ തവല. പക്ഷെ കിട്ടേണ്ടത് അടൂരിന് കിട്ടിയോ? കിട്ടി, കണക്കിന് കിട്ടുകയും അടൂരിന് കിട്ടേണ്ടത് കിട്ടിയോ? അത് ചോദിച്ച് വാങ്ങിച്ച അടൂര് അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ നാളെ വിമർശനത്തിന് വരുന്നവരടുത്ത് അവർക്ക് വിമർശിക്കാൻ കഴിയില്ല. കാരണം അല്ല, എന്നെ എപ്പോഴും പൊഴുത്തുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മോഹൻലാൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചവരടുത്ത് അതും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒന്നും എന്നെ നല്ലത് പറഞ്ഞിട്ടില്ലാത്ത. അപ്പോ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി അടൂരിന് നല്ലത് കൊടുത്തുകൊണ്ട് ലാലേട്ടൻ ആ വേദി വിടുമ്പോൾ സത്യത്തിൽ ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയതിൽ ഇന്ന് രാജ്യം അഭിമാനിക്കുന്നത് മോഹൻലാലിനെ ഓർത്ത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ. മമ്മൂട്ടി കിട്ടാത്തത് കൊണ്ട് മമ്മൂട്ടിക്കും കിട്ടാം. മമ്മൂട്ടി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്.
അദ്ദേഹത്തിനും കിട്ടണം. അത് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അദ്ദേഹത്തിന് കിട്ടും, അത് എന്തായാലും കിട്ടാതിരിക്കില്ല. പക്ഷേ അഭിനയ വിസ്മയം, നമ്മൾ അങ്ങനെ തന്നെ പറയണം. നമ്മൾ ഒരു നിമിഷം പോലും കണ്ണെടുക്കാതെ കണ്ടിരുന്ന ഒരുപാട് സിനിമകളുണ്ട് മോഹൻലാലിൻ്റെത്. അഭിനയ വിസ്മയമാണ് അദ്ദേഹം. ആ വിസ്മയത്തെ ഒരു വാക്കുകൊണ്ട് പോലും തകർക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് മോഹൻലാൽ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് പറയാൻ വേറൊരാളുടെ ആവശ്യമില്ല, ഒരാൾക്ക് മറുപടി കൊടുക്കാൻ അദ്ദേഹം മാത്രം മതി എന്ന് അദ്ദേഹം പലപ്പോഴും ഇത് ഒരുപാട് പേർക്ക് ഉദാഹരണമാണ്. കാരണം നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവരേക്കോ നമ്മളെ വലിച്ചു കീറി ഒട്ടിക്കാൻ നിൽക്കുന്നവർക്കോ നമ്മൾ മറുപടി കൊടുക്കേണ്ടത് ചിരിച്ചുകൊണ്ട് അതേ നാണയത്തിൽ തന്നെ കൊടുക്കുക. അവർക്ക് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും, എന്നാൽ പുറത്തുള്ളവർക്ക് കൊടുത്തെന്ന് മനസ്സിലാകത്തില്ല, ലെവലിലേക്ക് പോവുക എന്നുള്ളത് മാത്രം.